പാറശാലയിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മുൻ നഴ്സിംഗ് അസിസ്റ്റന്റ് സെലീനാമ്മയുടെ മൃതദേഹം പുറത്തെടുത്തു. സെലീനാമ്മയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം എത്തിയിരുന്നു. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സെലീനാമ്മയുടെ വീട്ടിൽ സഹായത്തിനെത്തുന്ന സ്ത്രീ കഴിഞ്ഞ 17-ന് വൈകിട്ടാണ് സെലീനാമ്മയെ മുറിയിലെ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടത്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചെയ്യുന്നുണ്ട്. വിഷ്ണു, മൃതദേഹം പുറത്തെടുത്തിരിക്കുന്നു. തുടർന്നുള്ള നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ ഈ ധനുവച്ചപുരത്ത് മരണപ്പെട്ട സെലീനാമ്മയുടെ മൃതദേഹം പുറത്തെടുക്കുന്ന സാഹചര്യമാണുള്ളത്. മകൻ രാജുവിൻ്റെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ കല്ലറ പൊളിക്കുന്നത്. പോസ്റ്റ്മോർട്ടം പള്ളിവളപ്പിൽ വെച്ച് നടത്താൻ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് മൃതദേഹത്തിന് പഴക്കമുള്ളത് കൊണ്ട് തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല. അതുകൊണ്ട് പ്രദേശത്ത് വെച്ച് തന്നെ പള്ളിവളപ്പിൽ വെച്ച് തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തി വരുന്നത്. ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥർ, ഫോറൻസിക് സംഘം അടക്കമുള്ളവർ അവിടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നത്. ഏതായാലും പള്ളിവളപ്പിൽ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം വിട്ടു നൽകാനാണ് തീരുമാനം. ഈ കഴിഞ്ഞ ജനുവരി 17-നാണ് സെലീനാമ്മ മരണപ്പെടുന്നത്. വീട്ടിൽ ജോലിക്കാരി എത്തുമ്പോഴാണ് മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ കണ്ടിരുന്നത്. അതിനുശേഷം മൃതദേഹം സംസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ മൃതദേഹം കുളിപ്പിക്കുമ്പോഴാണ് ബന്ധുക്കൾ ഈ ശരീരത്ത് ചതവും പാടുകളും ഉള്ളതായത് കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം കഴുത്തിലുണ്ടായിരുന്ന മാല കാണുന്നില്ലെന്നും അറിയിച്ചിരുന്നു. ഈ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതടക്കമുള്ള കാര്യങ്ങൾ പിറ്റേ ദിവസമാണ് മകൻ അറിയുന്നത്. മകൻ അറിഞ്ഞതിനെ തുടർന്നാണ് പാറശാല പോലീസിൽ പരാതി നൽകുകയും അതിൽ അന്വേഷണം വേണമെന്നുള്ളൊരു ആവശ്യവും ഉണ്ടായത്. അതിനുശേഷം പാറശാല പോലീസ് തീരുമാനമെടുത്താണ് ഈ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യത്തിലേക്ക് കടക്കണം എന്നുള്ള കാര്യത്തിലാണ് പറയുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. വളരെ വൈകാതെ തന്നെ പോലീസും ഈ ഫോറൻസിക് സംഘവും നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും. ഏതായാലും ഈ വയോധികയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബവും നാട്ടുകാരും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. മകൻ്റെ ആവശ്യപ്രകാരം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഴുത്തിനുണ്ടായിരുന്ന 3.5 പവൻ്റെ മാല അടക്കം കാണാനില്ല എന്നുള്ളൊരു ആരോപണവും ഇപ്പോൾ ഉയർന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് മരണത്തിൽ ദുരൂഹതയുണ്ട്. മറ്റാരെങ്കിലും ഇതിൽ പങ്കാളികളായിട്ടുണ്ടോ, ഇത് കൊലപ്പെടുത്തിയതാണോ എന്നുള്ള സംശയങ്ങളെല്ലാം ഉയർന്നു വരികയാണ്. അതിനുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തി വരുന്നത്. ആതിര.